സുജിത ചേച്ചി നമ്മുടെ കായംകുളത്തുനിന്ന് ചെടി വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ നേരത്തെ ഇവിടെ നമുക്ക് പൈസ തന്നു വെച്ചിരിക്കുന്ന ചെടിയാ, പുതിയതൊന്നും അല്ല കേട്ടോ. അപ്പം കുറേ നേരം എന്നോട് മൊക്കാറ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചി നേരത്തെ എന്നോട് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടിയാണ്. അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വേണ്ട, നമ്മൾ ഇത്രയും ചെടികൾ തന്നെ ചേച്ചി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെടിയും കൂടെ താഴെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് പുള്ളിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ചെടിയൊക്കെ ഇഷ്ടപ്പെട്ടോ വന്നിട്ട്? തീർച്ചയായും ഭയങ്കര ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ നമ്മള് വീഡിയോയിലൊക്കെ കാണുമെങ്കിലും നേരിട്ട് വന്ന് കണ്ടപ്പോൾ നമുക്ക് അതിനെക്കാട്ടിലും നല്ലൊരു എന്നോട് ഇന്ന് രാവിലെ ചോദിച്ചു, ആ പറഞ്ഞ പൂക്കൾ അതേപോലെ തന്നെ എനിക്ക് അവിടെ വരുന്ന കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പൂക്കൾ അതുപോലെ തന്നെ ഇവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞതാ. നമ്മളെ മൊക്കാറ, പല ടൈപ്പിലെ മൊക്കാറയുണ്ട്. ഇതുണ്ട്, നല്ല രസമുണ്ട്. ആ മഞ്ഞയിലെയോ കുറച്ചുകൂടെ വലിയ പൂവാണ്. അപ്പൊ അതും എടുക്കണം, ഇതുകൂടെ എടുത്തു. പിന്നെ ഇത് ഈ ചെടി ഇതെല്ലാം ചേച്ചി പറഞ്ഞതാണ്. കൈ കുറെ വാണ്ടയുണ്ട് കേട്ടോ. വാണ്ട അടിപൊളി സംഭവം കേട്ടോ. നല്ല രസമുണ്ട് ആ പൂക്ക് കാണാന്. അതുപോലെ തന്നെ എനിക്ക് അത് അതിനെക്കാട്ടും ഭംഗിയാണ്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് അടിപൊളിയാണേ. പിന്നെ ഇതൊക്കെ മിനിയേച്ചർ ടൈപ്പാണ്. പിന്നെ നമ്മൾ നേരത്തെ കുറേ പേര് ചോദിച്ചത് ആ വാണ്ടയാണ് കേട്ടോ. പൂവൊക്കെ പോകാറായി. അതിൻ്റെ വലിയ ടൈപ്പ് വാണ്ട വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഒരു 3-4 എണ്ണം കൂടെ ഉണ്ടായിരുന്നു. അതും ആ പൂവൊക്കെ പോകാറായിരിക്കുക. പക്ഷെ ഇനിയിപ്പോൾ 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പുതിയ മുട്ടകളൊക്കെ വരും. മഞ്ഞ അത് നമ്മളെടുത്തോ? ഇതെടുത്തില്ലല്ലോ. ഇത് പക്ഷേ ഇത് ഇച്ചിരി കൂടെ നല്ല വാണ്ട. ഇപ്പം നമ്മളിവിടെ ചെടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുണ്ടോ? നമ്മൾ ഇതേപോലെ കരിക്കട്ടയ്ക്കകത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്ലാന്റ് നമ്മൾ നന്നായിട്ട് താഴ്ത്തി വെച്ചിട്ടില്ല. നമ്മൾ തൊണ്ടേൻ്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഞാൻ അന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പുതിയ വേരുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അന്ന് കാണിച്ചായിരുന്നല്ലോ പുതിയ വേര് സെറ്റ് ചെയ്യുന്നതൊക്കെ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അതിനും രസമുണ്ടായിരുന്നു. അല്ല, കഴിച്ച് വെച്ചേക്ക് പൊക്കിക്കോ. വലിയ ഞാനാന്ത് ഓർമ്മ മതിയോ? രണ്ടെണ്ണം എടുത്ത് നല്ല രസമാണ്. അപ്പം ചേച്ചി വാങ്ങിയ ചെടികളൊക്കെ ഇതേപോലെ പോട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോട്ട് ചെയ്തെല്ലാം ഒരുവിധം നന്നായിട്ട് പോട്ട് ചെയ്തു. വാൻ്റെ പോട്ട് ചെയ്തിരിക്കുന്നത് മൺചട്ടിക്കകത്താണ് കേട്ടോ. അപ്പോൾ മൺചട്ടിക്കകത്ത് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നിന്നോളും. അപ്പോൾ ആ മൺചട്ടിക്കകത്ത് പോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇത് ഈ ചെടികളും എല്ലാം ഇതേപോലെ പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഓട്ടോയ്ക്കകത്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ പോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊക്കാറ അതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അതേപോലെ തൊണ്ടിനകത്തുനിന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ചെടിയെല്ലാം ഇതേപോലെ ഓട്ടോയ്ക്കകത്തോടൊപ്പം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്ലവറുള്ള ചെടികളായിരുന്നു ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന ചെടികളാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറേ പേര് എന്നോട് ചെടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമുക്ക് തരാൻ പറ്റാതിരുന്നത്. അപ്പം നമ്മുടെ ഈ ചെടികളൊക്കെ ഇനി മുട്ടൊക്കെ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സെറ്റാകുമ്പോഴത്തേക്കിന് പൂ വിരിയുമ്പോഴത്തേക്കിനും ബാക്കി ഈ ചെടികളെല്ലാം ഞാൻ ഉള്ളതുപോലെ അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പം ഇനിയും അടുത്ത സ്റ്റോക്ക് വരുമ്പോഴും ഞാൻ ഇതേപോലെ തന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഇവിടെ നേരത്തെ നോക്കാറൊക്കെ വീണ്ടും ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കുറേ ഭാഗം കൂടി ഇനി സെറ്റായി തീരാനുണ്ട്. അപ്പം ചിലതിനകത്തൊക്കെ പൂ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൊക്കാറ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പെട്ടെന്നൊന്നും പൂക്കൾ വരത്തില്ല, പതിയെ വരത്തുള്ളൂ. എങ്കിലും ഒരുവിധം ഇതിനകത്തെല്ലാം ഒട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് റെഡ് ലൈയുടെ തൈയും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്പാനിഷ് മോസാണിത്. അപ്പോൾ അതും കുറച്ച് തൈകളൊക്കെ നമുക്കിവിടെ സെയിലിനായിട്ട് ഉണ്ട്.